ഫെബ്രുവരി 6 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഗോൺസാലോ ഗാർസിയ, വിശുദ്ധ പോൾ മിക്കിയും കൂട്ടുകാരും, വിശുദ്ധ അമാന്തൂസ്, വിശുദ്ധ അന്തോലിയൻ, വിശുദ്ധ ഡൊറോത്തി, വിശുദ്ധ വേദാസ്ത്, വിശുദ്ധ ജെറാൾഡ്. വിശുദ്ധ ഗോൺസാലോ ഗാർസിയ 1556 1597 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഗോൺസാലോ ഗാർസിയ ജീവിച്ചിരുന്നത്. ഫ്രാൻസിസ്കൻ സന്യാസിയും രക്തസാക്ഷിയുമായ ഗോൺസാലോ ഗാർസിയ പോർച്ചുഗീസുകാരനായ പിതാവിൻ്റെയും ഈസ്റ്റ് ഇന്ത്യയിൽ ബാസൈനിലെ ഒരു കാനറീസ് മാതാവിൻ്റെയും പുത്രനാണ്. ബാസയിൽ പോർട്ടിൽ ഈശോ സഭക്കാരുടെ കീഴിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയത്. 24 വയസ്സുള്ളപ്പോൾ, അതായത് 1580 ബാസയിൽ നിന്ന് ബഹിഷ്കൃതരായ ഈശോ സഭ വൈദികരുടെ കൂടെ ഗാർസിയ ജപ്പാനിലേക്ക് പോയി. സ്നേഹപ്രകൃതിയായ ഗോൺസാലോ അതിവേഗം ജപ്പാൻ ഭാഷ പഠിക്കുകയും ധാരാളം മിത്രങ്ങളെ നേടുകയും ചെയ്തു. 8 കൊല്ലം ഒരു ഉപദേശിയായി അദ്ദേഹം അധ്വാനിച്ചു. അനന്തരം അൻഗാവോയിൽ ഒരു കച്ചവടം ആരംഭിച്ചു. കച്ചവടം വളരെ വേഗം അഭിവൃദ്ധിപ്പെട്ടു. തൊഴിൽ പ്രമാണിച്ച് അദ്ദേഹം പലപ്പോഴും മനിലായ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഫ്രാൻസിസ്കൻ വൈദികരോട് പരിചയപ്പെടുകയും ഒരു അൽമായ സഹോദരനായി അവരുടെ ഗണത്തിൽ ചേരുകയും ചെയ്തു. 1592 മെയ് 26 തീയതി ഫ്രാൻസിസ്കൻ വൈദികരോടുകൂടെ ഗാർസിയ ജപ്പാനിലേക്ക് പോയി. അവിടെ അദ്ദേഹം 4 കൊല്ലത്തിലധികം ദൈവമഹത്വത്തിനായി കഠിനമായി പണിയെടുത്തു. ഈ മിഷണറിമാർ തൻ്റെ സിംഹാസനം തകർത്ത് കളയുമെന്ന് ജപ്പാൻ ചക്രവർത്തിക്ക് തോന്നി. 1596 ഡിസംബർ 8 തീയതി ചക്രവർത്തി സന്യാസികളെ വീട്ടുതടങ്കിലാക്കി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സന്യാസികൾ സന്ധ്യാനമസ്കാരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർ 26 പേരെയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഇടത് ചെവി ഛേദിക്കുകയും ചെയ്തു. 1597 ഫെബ്രുവരി 5 തീയതി നാഗസാക്കിയിൽ വെച്ച് അവർ 26 പേരെയും കുരിശിൽ തറച്ചു. 2 പേർ കുന്തം കൊണ്ട് ഗാർസിയയുടെ ഇരുവശത്തു നിന്നും കുത്തി. ഒരു കുന്തം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭേദിച്ചു. തത്സമയം വിശുദ്ധൻ ദൈവസ്തുതികൾ പാടിക്കൊണ്ടിരുന്നു. 1627 എട്ടാൻ ഉർബൻ പാപ്പ 26 പേരെയും ധന്യരെന്ന് വിളിക്കുകയും 1629 അവരുടെ വണക്കം സാർവത്രിക സഭയിൽ അനുവദിക്കുകയും ചെയ്തു. 1862 അവരെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. കുറേ നാൾ ഇവരുടെ തിരുനാൾ ബസേനിയിൽ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നു. പിന്നീട് അത് വിസ്മൃതിയിലമർന്നു. വീണ്ടും അത് സാഘോഷം കൊണ്ടാടി വരുന്നു. ഇന്ത്യക്കായി അംഗീകരിച്ചിട്ടുള്ള റോമൻ മിസാലിൽ ഗാർസിയായുടെയും അദ്ദേഹത്തിൻ്റെ കൂടെ മരിച്ച പോൾ മിക്കിയുടെയും കൂട്ടരുടെയും തിരുനാൾ ഇന്നത്തെ തീയതിയിൽ തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പോൾ മിക്കിയും കൂട്ടുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ അണുബോംബ് പതിച്ച ജപ്പാനിലെ നാഗസാക്കി ഇന്ന് ഭുവന പ്രസിദ്ധമാണ്. പ്രസ്തുത നഗരത്തെ അഭിമുഖീകരിക്കുന്ന വിശുദ്ധഗിരി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന കുന്നിൽ ഏകദേശം 4 ശതാബ്ദം മുൻപ് തദ്ദേശവാസികൾ 26 പേരെ കുരിശിൽ തറച്ച് രക്തസാക്ഷിത്വ കിരീടം അണിയിക്കുകയുണ്ടായി. അവരുടെ ഗണത്തിൽ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളും ഈശോ സഭാംഗങ്ങളുമായ പുരോഹിതന്മാരും സഹോദരരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഈശോ സഭയിൽ ഉൾപ്പെട്ട ഒരു സഹോദരനായ പോൾ മിക്കി ഇവരിൽ കൂടുതൽ പ്രശസ്തനാണ്. കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ ഘാതകരോട് പറഞ്ഞു, ഞങ്ങളുടെ വിധിവാക്യത്തിൽ പറയുന്നത് ഈ ജനങ്ങൾ ഫിലിപ്പീൻസിൽ നിന്ന് വന്നുവെന്നാണ്. എന്നാൽ ഞാൻ അന്യനാട്ടുകാരനല്ല, ജപ്പാൻകാരൻ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചുവെന്ന ഏക കുറ്റത്തിലാണ് എന്നെ കൊല്ലുന്നത്. ശരിയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചു. ഇക്കാരണത്തിലാണ് ഞാൻ മരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മരിക്കുന്നതിന് മുൻപ് സത്യം മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെന്നെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സൗഭാഗ്യരാകാൻ നിങ്ങൾ ക്രിസ്തുവിനോട് അപേക്ഷിക്കുക. ഞാൻ ക്രിസ്തുവിനെ അനുസരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാതൃക അനുസരിച്ച് ഞാൻ എൻ്റെ ഘാതകരോട് ക്ഷമിക്കുന്നു. ഞാൻ അവരെ വെറുക്കുന്നില്ല. എല്ലാവരുടെ മേലും കൃപയുണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ രക്തം എൻ്റെ സഹോദരന്മാരുടെ മേൽ ഫലദായകമായ വൃഷ്ടിയായി പൊഴിക്കുമെന്ന് ഞാൻ കരുതുന്നു. 1860 ജപ്പാനിൽ വീണ്ടും മിഷണർമാർ എത്തിയപ്പോൾ അവിടെ ക്രിസ്തീയ വിശ്വാസം രഹസ്യമായി പാലിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു. 1862 ജപ്പാൻ രക്തസാക്ഷികളെ വിശുദ്ധരെന്ന് നാമകരണവും ചെയ്തു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ പ്രതി പീഡകൾ സഹിക്കുന്നവരുടെ ഹൃദയം അനുഭവിച്ചിരുന്ന മാധുര്യം നാം ഗ്രഹിക്കുകയാണെങ്കിൽ കഷ്ടതകളോ രക്തസാക്ഷിത്വമോ ഭയന്ന് നാം ഒരിക്കലും പലായനം ചെയ്യുകയില്ല. നീതിയെ പ്രതി പീഡകൾ സഹിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. വിശുദ്ധരായ മിക്കിയും കൂട്ടുകാരോടും ഗോൺസാലോ ഗാർസിയയോടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട വിശുദ്ധരെ, ഈ ലോകത്ത് നീതിയെ പ്രതി പീഡകൾ സഹിക്കുവാൻ ഞങ്ങൾക്ക്
അവസരമുണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് വിഷമിക്കാതെ ആ സഹനം ദൈവത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം സഹിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.